ഗുഡ് ഈവനിങ് ഓൾ. എന്താ എല്ലാവരും വിശേഷം? സുഖല്ലേ? അപ്പോൾ എജുമി ഫാമിലിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യാണ്. വിവിധ രൂപത്തിൽ എജുമിയുടെ ആഡൊക്കെ കണ്ടിട്ട് ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനൊക്കെ വന്ന ആളുകളാണ്. എന്തായാലും ഇസ്മി ഷഫീ കട്ടക്കാട് എജുമിയുടെ ഡയറക്ടറായിട്ട് സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എജ്മിയിൽ നമ്മൾ ഈ ഒരു കോഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുമ്പോൾ നമ്മളോടൊന്ന് സംസാരിക്കാൻ വേണ്ടി എജ്മിയിൽ തന്നെ പഠിച്ചു കഴിഞ്ഞ വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ട്. ലെറ്റ് മീ വെൽക്കം ദം. ആദ്യമായിട്ട് ഞാൻ വെൽക്കം ചെയ്യുന്നത് റസ്മിനെയാണ്. റസ്മിന, ആർ യു ഹിയർ? Yes, sir. Okay. You can come to the video and you can start. Okay. Hello, good evening. I am Rasmina. Good evening. ഞാൻ Yes, good evening. കണ്ണൂരാണ് എൻ്റെ വീട്. ഞാൻ എജുമിയിൽ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് കഴിഞ്ഞ് ഇപ്പം ഞാൻ ജോലി കയറി. ഒരു മാസത്തോളം ഞാൻ ജോലി ചെയ്തായിരുന്നു. ഒരു വർഷത്തെ കോഴ്സായിരുന്നു പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ്. എജുമിയിൽ ആയാലും എനിക്ക് നല്ലൊരു മാറ്റം എനിക്ക് എജുമിന്ന് മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരു നല്ല ടീച്ചർ എന്നത് ഉപരി ഒരു നല്ല പാരന്റ് ആയിട്ട് എനിക്ക് മാറാൻ ഈ എജുമി പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഒരു വർഷം കാലം കളിച്ചിരികളിലൂടെ കുട്ടികളെ പഠിപ്പിക്കുന്നതൊക്കെ പഠിക്കാനും പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എജുമിയിൽ വന്നതിന് ശേഷം നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള സാറന്മാരും പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഏതിനും സപ്പോർട്ടായിട്ടിരിക്കുന്ന മെൻറ്ററാണ്, പേഴ്സണൽ ആയിട്ടുള്ള മെൻറ്റർ. അതുപോലെ എല്ലാവരും സാറന്മാരാണെങ്കിലും നല്ലൊരു ക്ലാസ് ആയിരുന്നു നമുക്ക് ഇതിൽ നിന്ന് ലഭിച്ചത്. അതുപോലെ കുറെ ടീച്ചിങ് എയ്ഡ്സ് നമ്മൾ ഉണ്ടാക്കി. പിന്നെ നമ്മൾ എവിടെയും ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലും കിട്ടാത്തത് നമുക്ക് കിട്ടിയത് 3 മാസത്തെ ട്രെയിനിങ് പ്രാക്ടീസ്, ടീച്ചർ ട്രെയിനിങ് പ്രാക്ടീസ്. അതുകൊണ്ട് ശരിക്കും ആ 3 മാസം കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ടീച്ചറായിട്ട് മാറാൻ പറ്റിയിട്ടുണ്ട്. കാരണം ഒരു 10 ദിവസമോ 15 ദിവസമോ പോയതിനെ കൊണ്ട് ഒരിക്കലും നമുക്കൊരു നല്ല ടീച്ചറായിട്ട് മാറാൻ കഴിയൂല. കാരണം ഈ 3 മാസം കൊണ്ട് നമുക്ക് എന്തൊക്കെ നമ്മളോട് ഇവിടുന്ന് പറഞ്ഞത് നിങ്ങളെ കന്നിപ്പുര തൊട്ടിട്ട് ക്ലാസ് റൂമിൽ വരെ എത്തണം. പക്ഷെ അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് ഈ ഒരു ഇതുകൊണ്ട് മോട്ടിവേഷൻ കൊണ്ട് നമുക്ക് ശരിക്കും ആ ടീച്ചിങ് പ്രാക്ടീസിൽ തന്നെ നല്ലൊരു ടീച്ചറായിട്ട് മാറാൻ പറ്റിയിട്ട് നമ്മൾ ട്രെയിനിങ്ങിന് വഴി സ്കൂളിൽ നിന്നൊക്കെ നമുക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലതായിരുന്നു നമ്മളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം അവരെന്നെ ചോദിച്ചു നിങ്ങൾക്ക് എന്താ ഇങ്ങനെ 3 മാസത്തെ ട്രെയിനിങ് കോഴ്സ്. പക്ഷെ നമ്മൾ ചിന്തിച്ചു അപ്പൊ 10 ദിവസം കൊണ്ട് നമ്മൾ കുട്ടികളായിട്ട് പോയാൽ നമുക്ക് ഒരിക്കലും ഒരു ടീച്ചറെ ഇത് കിട്ടൂല. കാരണം 10 ദിവസം വെച്ചൊക്കെ നമുക്ക് തീരും. പക്ഷെ ഈ 45 ലെസൺ പ്ലാൻ കൊണ്ട് നമുക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് നമുക്ക് അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ ഓൺലൈൻ ആണെങ്കിലും നല്ല ക്ലാസ് ആയിരുന്നു. കാരണം 8:30 ക്ലാസ് തുടങ്ങി 9:30 വരെ 1 മണിക്കൂർ. ഈ 1 മണിക്കൂർ എങ്ങനെ പോകുന്ന അറിയില്ല. കാരണം ഓരോ ക്ലാസ്സും കേട്ടിരിക്കുമ്പോൾ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. കാരണം അതൊരു മടുപ്പ് തോന്നില്ല. കാരണം അത്രയും ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു ഓരോ സാറന്മാരാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ക്ലാസ് എടുത്തു തരുന്നത്. കാരണം എജുമിയിലേക്ക് വന്നത് ഒരിക്കലും ഒരു നഷ്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, എൻ്റെ കൂടെയുള്ള ആൾക്കാർക്കും തോന്നിയിട്ടില്ല. കാരണം നമുക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് എജുമിയിൽ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് ചെയ്യാൻ പറ്റിയെന്നുള്ളത്. പിന്നെ അതുപോലെ നമ്മൾ കുറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതുപോലുള്ള ലോട്ടോകൾ ജസ്റ്റ് ഒരു മോഡൽ മാത്രം കാണിക്കുന്നതാണ്. ഒരു ലോട്ടോ, നമ്പർ ലോട്ടോ. ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബിഫോർ കൺസെപ്റ്റ് ആൻഡ് ആഫ്റ്റർ കൺസെപ്റ്റ് ആണ്. കാരണം ഇവിടെ 1, 2 ഉണ്ട്. ഇതിപ്പോ നമുക്ക് കുട്ടികളോട് ഈ നമ്പേഴ്സ് കൊടുത്തിട്ട് ഇതിൽ നെക്സ്റ്റ് ഏതാന്ന് ചോദിച്ചാൽ കുട്ടികൾക്ക് ഈ ഒരു ഇതുകൊണ്ട് കുട്ടികൾക്ക് പറയാൻ പറ്റും. കാരണം നല്ലൊരു റസ്മിന നമ്മുടെ പ്രീ പ്രൈമറി സ്റ്റുഡന്റ് ആണ്. ഇപ്പൊ വർക്ക് ചെയ്യുന്ന സ്കൂളിന്റെ പേരെന്താ? ഞാൻ അൽഫിക്ര പ്രീ പ്രൈമറി സ്കൂൾ, എന്റെ നാട്ടിൽ തന്നെ മട്ടന്നൂര്. റസ്മിന പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു മാസമായിട്ടുള്ള എക്സാം കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ആയിട്ട് അപ്പോഴേക്കും അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എനിക്ക് ഇവിടുന്ന് കിട്ടിയ ഇതുകൊണ്ടാണ് ഞാൻ ഇന്റർവ്യൂ ഒക്കെ ശരിക്കും എനിക്ക് ഇന്റർവ്യൂ ഒക്കെ പോകുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടുന്ന് കിട്ടിയ മോട്ടിവേഷൻ കൊണ്ടാണ് എനിക്ക് കൂളായിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്. കാരണം ഞാൻ പോകുന്ന സ്കൂൾ 80% ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്ന സ്കൂളാണ്. അപ്പോൾ ഞാൻ സാധാരണ ഒരു ഗവൺമെന്റ് സ്കൂൾ പഠിച്ച സ്റ്റുഡന്റ് ആണ്. പക്ഷെ എനിക്ക് ഇതിൽ വന്ന് ഇവിടുന്ന് ചെയ്യുന്ന എൻറിച്ച്മെന്റ് ആക്ടിവിറ്റിയിലെ കൂടി എനിക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയത് ഇതിലൂടെയാണ്. ശരിക്കും അതിൽ ഞാൻ കാരണം എനിക്ക് ഒരിക്കലും ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ ഇതിൽ നിന്ന് എനിക്ക് എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. ടീച്ചിങ് പ്രാക്ടീസിന് പോയ സ്കൂളിൽ തന്നെയാണ് നിങ്ങൾക്ക് ജോലി കിട്ടി? അല്ല, ടീച്ചിങ് പ്രാക്ടീസിന് പോയത് അവിടെ വേക്കൻസി ഉണ്ടായിരുന്നു. അതൊരു സാധാരണ ഗവൺമെന്റ് സ്കൂളായിരുന്നു. ഇത് വേറൊരു സ്കൂളായിരുന്നു. വേറെ സ്കൂളാണ് കിട്ടിയത്. അപ്പൊ കോൺവൊക്കേഷൻ വരുന്ന സമയത്ത് അതിന്റെ ചെലവായിട്ട് വന്നാൽ മതി കേട്ടോ. ഓക്കെ. അപ്പൊ എന്തായാലും സംസാരിച്ചതിൽ വലിയ സന്തോഷം. താങ്ക് യു.
ഓക്കെ റസ്മലി അവസാനത്തിൽ വേണമെങ്കിൽ സംസാരിച്ചോളൂ. അപ്പോ നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് വരാം. അപ്പൊ ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയായിരിക്കും നിങ്ങളൊക്കെ വന്നിട്ടുണ്ടാവുക. ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാം. എന്നിട്ട് അതിനുശേഷം നമ്മുടെ മോണ്ടിസോറി നിന്ന് കംപ്ലീറ്റ് ചെയ്ത സഫ്രാന, ഗീത നന്ദകുമാർ, അതുപോലെ മറ്റ് അവൈലബിൾ ആയ സ്റ്റുഡൻസ് ഒക്കെ നമ്മുടെ സമയത്തിനനുസരിച്ച് അവർ സംസാരിക്കും. നിങ്ങൾക്ക് എന്റെ സ്ക്രീന് കാണാൻ പറ്റുന്നുണ്ടോ? ഉള്ളവരൊന്ന് ഒരു ഹായ് അടിച്ച് ഓക്കെ അടിച്ചേ സ്ക്രീന്. ക്യാൻ യു സീ മൈ സ്ക്രീൻ? കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, യെസ്, കാണാൻ പറ്റുന്നുണ്ടല്ലേ? എല്ലാവർക്കും സ്ക്രീന് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയാം. അപ്പൊ നിങ്ങൾ നോക്ക്. പിന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരുപാട് സ്ഥാപനം, ആയിരക്കണക്കിന് സ്ഥാപനത്തിൽ നിന്ന് ആയിരക്കണക്കിന് കുട്ടികൾ പഠിച്ചിറങ്ങുന്നുണ്ട്. അപ്പൊ ഇത്രയും കുട്ടികൾക്ക് ഓരോ വർഷവും പുതിയ പുതിയ ടീച്ചിങ് പോസ്റ്റോ ടീച്ചിങ് വാക്കൻസിയോ വരുന്നില്ല. നമ്മളൊരു കോഴ്സ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കതുകൊണ്ട് ഉപകാരമാണ്, അല്ലാതെ വെറുതെ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ, അല്ലെ? വെറുതെ നമ്മൾ എന്തെങ്കിലും പഠിച്ചുകൊണ്ട് നമുക്ക് യാതൊരു കാര്യമില്ല. ഒരു വർഷം കൊണ്ട് ടീച്ചർ ആവുന്ന ഒരു കോഴ്സ് നമ്മൾ എടുത്തു, നമ്മളൊരു എന്താ പറയാ, ചില ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് 30,000, 40,000, 60,000 വരെ വാങ്ങുന്ന ആളുകളൊക്കെ ഉണ്ട്, അറിയാം. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയോ മോശമാക്കി പറയുകയല്ല. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ നമ്മളൊരു കോഴ്സ് എന്തറിവാവട്ടെ പുതിയതായിട്ട് നമ്മളൊരു കാര്യം പഠിക്കുകയാണെങ്കിൽ അതുകൊണ്ട് എന്ത് ബെനിഫിറ്റ് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ചില കോഴ്സുകൾ കൊണ്ട് ചിലപ്പോൾ നമ്മുടെ മനസ്സിനായിരിക്കും സുഖം കിട്ടുക, അല്ലെ? കൗൺസിലിംഗ് സൈക്കോളജി, എജ്മയിൽ മുഹമ്മദ് അലി മാഷ ക്ലാസ് ഉണ്ട്, കൗൺസിലിംഗ് സൈക്കോളജി. അത് പഠിച്ചു കഴിഞ്ഞാൽ മെന്റൽ സ്ട്രെസ് കുറക്കാൻ പറ്റും. അല്ലെ, ചില കോഴ്സുകൾ ഇപ്പൊ ഗ്രാഫിക് ഡിസൈനിങ് പഠിച്ചാൽ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതിനൊക്കെ അതിൻ്റെതായ സ്കോപ്പ് ഉണ്ട്, ജോലിക്കുണ്ട്. അപ്പോൾ ഒരു ടീച്ചർ ട്രെയിനിങ് കോഴ്സ് എടുത്താൽ പിന്നെന്താ പറയാ, അതിന്റെ ഗുണം എന്താ, അല്ലെങ്കിൽ അതെനിക്ക് എന്താ ബെനിഫിറ്റ്? അതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രീ പ്രൈമറിയിൽ ടീച്ചർ ആവാന്നുള്ളതാണ്. അപ്പൊ എന്റെ ഈ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയണം. നിങ്ങൾ സ്വന്തമായിട്ടൊരു സ്ഥാപനം നടത്തുന്നുണ്ട്, ഒരു പ്രീ പ്രൈമറി സ്കൂൾ നടത്തുന്നുണ്ട്. ആ സ്കൂളിലേക്ക് ആംബുലൻസിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഓക്കെ, മഞ്ചേരി ടൗണിലെ ഹൃദയ ഭാഗത്തായതുകൊണ്ട്, നമ്മുടെ ഈ ഒരു ജംഗ്ഷൻ ആയതുകൊണ്ട് എപ്പോഴും എന്ത് ചെയ്യും, ആംബുലൻസിന്റെ സൗണ്ട് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടോ? നമ്മുടെ ക്ലാസ്സിൽ വരുന്നല്ല ഞാൻ പറഞ്ഞത്, ഞാൻ സംസാരിക്കുന്ന സ്ഥലത്തായതുകൊണ്ടാണ്. കേൾക്കാൻ പറ്റുന്നുണ്ടോ അറിയില്ല. എനിവേ, ഞാൻ പറഞ്ഞു തരുന്നത് വെച്ചാല്, നിങ്ങൾ സ്കൂൾ നടത്തുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു 100 കുട്ടികളുടെ CV നിങ്ങൾക്ക് വന്നു. നിങ്ങൾക്കുള്ള വേക്കൻസി 2 വേക്കൻസി ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ CV വന്നതിൽ ഏത് ടീച്ചറിനെയാണ് സെലക്ട് ചെയ്യുക? ഒന്ന് പറയാം, ഒന്ന് ടൈപ്പ് ചെയ്യുക കമന്റ് ബോക്സിൽ. ആരെ നിങ്ങൾ സെലക്ട് ചെയ്യും? പ്രീ പ്രൈമറിയിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഒരുപാട് ടീച്ചേഴ്സിന്റെ 100 കണക്കിന് ടീച്ചേഴ്സിന് CV വന്നു. അതിൽ നിന്ന് നിങ്ങൾ ഇന്റർവ്യൂ ചെയ്തിട്ട് 2 പേരെ നിങ്ങൾ സെലക്ട് ചെയ്യണം. എന്ത് മാനദണ്ഡത്തിലാണ് നിങ്ങൾ സെലക്ട് ചെയ്യുക? പറയൂ, പറഞ്ഞോ. ആ കുട്ടി പഠിച്ചത് ലോകത്ത് അറിയപ്പെട്ട വലിയ സ്ഥാപനത്തിൽ പഠിച്ച കുട്ടിയെ നിങ്ങൾ സെലക്ട് ചെയ്യോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാനദണ്ഡം? ഒന്ന് പറയും, നിങ്ങൾ എങ്ങനെ സെലക്ട് ചെയ്യാം? എക്സ്പീരിയൻസ് ആണ് അൻഷിത പറയുന്നത്, പ്രാക്ടീസ് ആണ് മുംതാസ് പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ. പറഞ്ഞോ, ടൈപ്പ് ചെയ്തോ. നിങ്ങളെ ഭാഗം കേട്ടിട്ട് നമ്മൾ മുന്നോട്ട് പോകും, അല്ലെ? സ്കില്ലാണ് ഹർഷാന പറയുന്നത്. പറഞ്ഞോ, ടൈപ്പ് ചെയ്തോ. എന്തിന്റെ ബേസിലായിരിക്കും? നിങ്ങൾ പറഞ്ഞ ഉത്തരങ്ങളൊക്കെ ശരിയാണ്. ബാക്കിയുള്ള ആൾക്കാർ ടൈപ്പ് ചെയ്തോ. നമ്മളിതൊക്കെ ചിന്തിക്കേണ്ടതാണ്. നമ്മൾ വെറുതെ കോഴ്സ് എടുത്ത് പഠിച്ചിട്ട് കാര്യമില്ല. കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് ഉമ്മുൽ ഖൈർ പറയുന്നത്. പറഞ്ഞോ, ബാക്കിയുള്ളവർ പറയും, ടൈപ്പ് ചെയ്തോ. എക്സ്പീരിയൻസ് നഫീസ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. യു ക്യാൻ നോ പ്രോബ്ലം. അപ്പൊ നോക്ക്, നമ്മൾ എടുക്കുക, നമ്മുടെ സ്ഥാപനത്തിലേക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു ടീച്ചർ നമ്മൾ എടുക്കുക എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഏറ്റവും കഴിവുള്ള, അല്ലെ, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള, നിങ്ങൾ പറഞ്ഞ എല്ലാ പോയിന്റും കറക്റ്റ് ആണ്. നല്ല ക്ലാസ് റൂം മാനേജ്മെന്റ് സ്കില്ലുള്ള, നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന, ക്ലാസ് റൂം മാനേജ്മെന്റ് ഉള്ള, നല്ല അപ്പിയറൻസ്, അല്ലെ, നിറല്ല ഞാൻ പറഞ്ഞു കേട്ടോ, കറുപ്പ് വെളുപ്പ് എന്നല്ല പറഞ്ഞു. നല്ല പോസിറ്റീവ് ലുക്ക് എന്ന് പറഞ്ഞാൽ മുഖത്ത് നല്ല ഹാപ്പിനെസ് ഒക്കെ ഉള്ള, നല്ല ക്വാളിറ്റി ഉള്ള, അങ്ങനെ വേണമെങ്കിൽ പറയാം, അല്ലെ, സബ്ജക്ട് നോളജ് ഉള്ള, കണ്ടന്റ് ഉള്ള, നല്ല ഇംഗ്ലീഷ്, അത്യാവശ്യം ഇംഗ്ലീഷ് മീഡിയമാണ്, ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്ന ഒരാൾക്കാണ് അവിടെ ജോലി അവസരം ഉണ്ടാവുക. അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യുക? അപ്പൊ അതിനു വേണ്ടി അറിയപ്പെട്ട സ്ഥാപനത്തിൽ പഠിക്കണോ, അതൊന്നും ഇതിലൊരു മാനദണ്ഡമേ അല്ല. നമ്മുടെ ക്വാളിറ്റിയാണ് ഇതിൽ ഇമ്പോർട്ടന്റ്. നമുക്ക് ക്വാളിറ്റി ഉണ്ടോ? നമ്മൾ എത്ര പൈസ കൊടുത്ത് പഠിച്ചോ എന്നൊന്നിന് അവിടെ വരും ചോദിക്കൂല. നിങ്ങൾ ഈ കോഴ്സ് പഠിക്കാൻ എത്ര രൂപ ചെലവാക്കി എന്നാരും ചോദിക്കൂല. ക്വാളിറ്റിയാണ് അവിടെ നോക്കുക. ക്വാളിറ്റി, അല്ലെ? ആ ക്വാളിറ്റിക്ക് വേണ്ട എന്തൊക്കെ, ഒരു ടീച്ചറുടെ ക്വാളിറ്റി എന്തൊക്കെയാന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ പറഞ്ഞതൊക്കെയാണ്. എക്സ്പീരിയൻസ് ആവാം, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആവാം, അല്ലെ, ടാലന്റ് ആവാം, സബ്ജക്ട് നോളജ് ആവാം, പലതും ഉണ്ട്.
അപ്പൊ ഞാൻ 6 വർഷം മാൽഡീവ്സിൽ വർക്ക് ചെയ്ത, എന്റെ കൂടെ നമ്മുടെ ഡയറക്ടർ ആയിട്ടുള്ള സൈഫുൽ അമീൻ സാർ 11 വർഷം മാൽഡീവ്സിൽ വർക്ക് ചെയ്താണ്. അതുപോലെ മറ്റ് നമ്മുടെ ഡയറക്ടേഴ്സിന്റെ ബോർഡിനൊക്കെ ഈ ടീച്ചിങ് മേഖലയിൽ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്ത ആളുകളാണ് നമ്മുടെ ഡയറക്ടർ ബോർഡിലുള്ളത്. നമ്മൾ ഈ കോഴ്സ് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കരുതിയൊരു കാര്യം എന്താ പറയുക, നമുക്ക് കൂടുതൽ കുട്ടികളെ പഠിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് ജോലി കിട്ടുന്ന രൂപത്തിലുള്ള കോഴ്സായിട്ട് ഈ കോഴ്സ് മാറണം. ഒരിക്കലും ഈ കുട്ടി പറയരുത് എജുമിയിൽ ആ കോഴ്സ് എടുത്തുകൊണ്ട് ഞാൻ കുടുങ്ങി എന്ന് പറയാൻ പാടില്ല. ആ രീതിയിൽ ഒരു ടീച്ചർക്ക് വേണ്ട മുഴുവൻ ക്വാളിറ്റീസും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ കോംപ്രിഹെൻസീവ് ആയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ എജുമിയുടെ മോണ്ടിസോറി PPDs എന്ന് പറയുന്നത്. 1 ഇയർ കോഴ്സാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് 1 വർഷം കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജൂൺ ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ജൂണിന്റെ മുൻപായിട്ട് ജോയിൻ ചെയ്യുന്നവർക്കൊക്കെ പ്രീ ക്ലാസ്സുകൾ ഉണ്ടാവും. ചില ആളുകളൊക്കെ 10, 15, 20 വർഷം കഴിഞ്ഞിട്ടൊക്കെ ഈ ഫീൽഡിലേക്ക് ഇറങ്ങുന്നവരുണ്ടാവും. പ്രീ ക്ലാസ്സുകൾ ഉണ്ടാവും. അപ്പൊ ആ പ്രീ ക്ലാസ്സുകൾ അത് നമുക്ക് കൂടുതൽ സ്പോക്കൺ ഇംഗ്ലീഷിന്റെയും മറ്റു ക്ലാസ്സുകളൊക്കെ വാട്സപ്പ് വഴിയും അല്ലാതൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ജൂൺ ബാച്ചിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ അടുത്ത വർഷത്തെ അഥവാ അടുത്ത 2026 നിങ്ങൾക്ക് ഒരു ടീച്ചറായിട്ട് കയറാം. ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ഒക്കെ കയറാം. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കൂടെ പഠിച്ചൊരു കുട്ടി എന്ത് ചെയ്തു, ഒരു അറിയപ്പെട്ട സ്ഥാപനത്തിന്റെ ഓൺലൈൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. 10 മണി മുതൽ 4 മണി വരെ ക്ലാസ് എടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ എല്ലാ അവസരങ്ങളുണ്ട്, ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും. അപ്പൊ ഇത് 2 ലെവലിൽ നമുക്ക് കോഴ്സ് ഉണ്ട്. മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ്, അതുപോലെ തന്നെ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ്. ഇതിന്റെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ മോണ്ടിസോറി ആകുമ്പോൾ കുറച്ചുകൂടി ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്. കുറച്ചുകൂടി പ്രാക്ടിക്കൽസ് ഒക്കെ എടുത്തിട്ട് LKG എത്തിയ കുട്ടിക്ക് ഒരിക്കലും എന്തെയില്ല, ഫസ്റ്റ് പെന്നും പേപ്പറും കൊടുക്കൂല. പ്രീ പ്രൈമറി ആകുമ്പോൾ കുറച്ചും കൂടി പെന്നും പേപ്പറും കൊടുത്ത് കുറച്ചും കൂടി അക്ഷരങ്ങൾ പഠിപ്പിക്കുന്ന രീതിയാണ് പോകുക. അതാണ് ബേസിക് വ്യത്യാസം. കൂടുതൽ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. അപ്പൊ ഇതാണ് ഈ ഒരു കോഴ്സിന്റെ ഇതുള്ളത്. നമുക്ക് മുന്നോട്ട് പോവാം അല്ലെ. നിങ്ങളിപ്പോ ഒരു മോണ്ടിസോറി കോഴ്സ് എജുമിയിൽ എടുത്ത് പഠിക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് വരുന്ന പ്രധാനപ്പെട്ട പേപ്പർ എന്ന് പറയുന്നത് സ്കൂൾ മാനേജ്മെന്റ്, ചൈൽഡ് സൈക്കോളജി, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, മോണ്ടിസോറി മെത്തഡോളജി, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, അതിന്റെ കൂടെ തന്നെ പ്രാക്ടിക്കൽ. ഇങ്ങനെയാണ് വരുന്നത്. പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ ടീച്ചിങ് പ്രാക്ടീസ് ആണ്. നേരത്തെ റസ്മിനെ പറഞ്ഞു, എജുമിയുടെ ടീച്ചിങ് പ്രാക്ടീസ് എന്ന് പറയുന്നത് എത്രയാണ്, 45 ലെസൺ പ്ലാൻ ആണ്. ഏകദേശം 2-2.5 മാസം നിൽക്കും. എന്തിനാണ് അത്ര നമ്മൾ ടീച്ചിങ് പ്രാക്ടീസ് ഇട്ടത്? അത്രയും ടീച്ചിങ് പ്രാക്ടീസ് ഇട്ടാലാണ് ടീച്ചേഴ്സ് അത്രയും പെർഫെക്റ്റ് ആവുള്ളൂ. 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് കാര്യമില്ല അല്ലെ. നിങ്ങൾക്ക് നീന്തൽ, സ്വിമ്മിങ്, എത്ര പേർക്ക് ഇതിൽ സ്വിമ്മിങ് അറിയാം, നീന്തൽ അറിയാം? 1 ദിവസമോ 2 ദിവസമോ സ്വിം ചെയ്തുകൊണ്ട് യാതൊരു കാര്യമില്ല. പഠിച്ചിട്ട് കാര്യമില്ല അല്ലെ. പഠിച്ചിട്ട് കാര്യമില്ല. നമ്മൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു ടീച്ചർ ട്രെയിനർ ആകാൻ പോകുന്ന ഒരാൾ, ടീച്ചറാകാൻ പോകുന്ന ഒരാൾ, അയാൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ട എന്താ? സ്കൂൾ മാനേജ്മെന്റും ചൈൽഡ് സൈക്കോളജിയും ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷനും മോണ്ടിസോറി മെത്തഡോളജിയും കുറെ പ്രാക്ടിക്കലും ഇങ്ങനെ കാണാതെ പഠിച്ചു വെച്ചുകൊണ്ട് യാതൊരു കാര്യമില്ല. നത്തിങ്. അതുകൊണ്ട് യാതൊരു കാര്യമില്ല. ഒരു പക്ഷേ എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾക്ക് PGയും PhDയും കഴിഞ്ഞ പല ആളുകളെക്കാളും ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടാവും ചിലപ്പോൾ, ട്യൂഷൻ എടുത്തിട്ടോ അല്ലാതൊക്കെ. ഇല്ലേ? സത്യല്ലേ? യെസ് ഓർ നോ? നിങ്ങൾ പറയണോ? ഉണ്ടാവും. അവരൊരു ക്ലാസ്സിൽ പോലും ചിലപ്പോൾ കയറിയിട്ടുണ്ടാവില്ല. അവരങ്ങനെ പഠിച്ചു പോയിട്ടുണ്ടാവും. +2, ഡിഗ്രി, PG, PhD അങ്ങനെ ഞാൻ പഠിക്കുന്നത് മോശമാക്കി പറയില്ല. അപ്പോ നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ഇവിടെ എക്സ്പീരിയൻസ് കൂടുതൽ കിട്ടാൻ വേണ്ടത്. അപ്പൊ നിങ്ങൾ ഇതുവരെ ടീച്ചിങ് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊരു ക്ലാസ് റൂമിൽ പോയിട്ട്, സ്കൂളിൽ പോയിട്ട് എന്ത് ചെയ്യണം? എക്സ്പീരിയൻസ് ചെയ്യണം. ഗവൺമെന്റ് സ്കൂളുകളിൽ, പ്രൈവറ്റ് സ്കൂളുകളിൽ എജുമിയുടെ സ്റ്റുഡന്റ് ആയിട്ട് കയറി ചെല്ലാൻ, ടീച്ചർ ട്രെയിനർ സ്റ്റുഡന്റ് ആയിട്ട് ചെല്ലുകയാണ്. എന്നിട്ട് അവിടെ ചെന്നിട്ട് ആ സ്കൂളിന്റെ A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് ഇടപെടാനുള്ള അവസരം ഉണ്ടാവും. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? യഥാർത്ഥ ടീച്ചറായിട്ട് മാറുക. വി വിൽ ബിക്കം എ ഗ്രേറ്റ് ടീച്ചർ അല്ലെ. നല്ല ടീച്ചർമാരായിട്ട് മാറും. ഇനി ഓഫ്ലൈനായിട്ട് പോകാൻ അവസരമുള്ളവർക്ക് ഓൺലൈനായിട്ടും നമുക്ക് എന്ത് ടീച്ചിങ് പ്രാക്ടീസിന്റെ അവസരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക? ഓഫ്ലൈനായിട്ട് തന്നെ പോകണം. ഇനി അതേപോലെ തന്നെ ഇതിന്റെ കൂടെ പ്രീ പ്രൈമറി കോഴ്സ്, അതിൽ വരുന്ന പേപ്പേഴ്സ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, സ്കൂൾ മാനേജ്മെന്റ്, ചൈൽഡ് സൈക്കോളജി, ടീച്ചിങ് മെത്തഡോളജി, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, ഇതൊക്കെയാണ് അതിന്റെ കൂടെ പ്രാക്ടിക്കൽ ടീച്ചിങ് പ്രാക്ടീസുമാണ്. ഫീസിന്റെ കാര്യത്തിലേക്ക് നമുക്ക് അവസാനം വരാം. എജുമിയിൽ ഒരു കുട്ടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്ക്, കേവലം ഇതിങ്ങനെ ക്ലാസ് എടുത്ത് പോകുന്ന പരിപാടിയല്ല. ഒരുപാട് ഇതിന്റെ ഉപോത്ബലകമായിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് നമ്മുടെ ഒരു എജുമി ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട്. അതിന്റെ പ്രത്യേകത എന്താ അറിയോ? അതില് നമ്മൾ എല്ലാ ദിവസവും എക്സെപ്റ്റ് സൺഡേ, ഞായറാഴ്ച ഒഴികെയുള്ള മുഴുവൻ ദിവസങ്ങളും നമുക്ക് ആക്ടിവിറ്റിയാണ്. ബ്രെയിൻ ബ്ലാസ്റ്റ്, റീഡത്തോൺ, അതുപോലെ തന്നെ ഗ്രാമർ ഹണ്ട്, ഇംഗ്ലീഷിന്റെ ഗ്രാമർ പഠിക്കുക, ഇംഗ്ലീഷിലുള്ള ക്യൂസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഇംഗ്ലീഷിന്റെ ന്യൂസ് റീഡിംഗ് ഉണ്ടാവും, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെ LSRW ഉണ്ടല്ലോ, ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ്. ആ ഒരു സാധനം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചെടുക്കും.
അപ്പൊ ഒരു വർഷം നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യുന്നതോടുകൂടെ ഏത് ഇംഗ്ലീഷ് അറിയാത്തവരാക്കും ബേസിക് ആയിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഇംഗ്ലീഷ് സെറ്റായി എടുക്കും. പോരെ? അത് കൃത്യമായിട്ട് നടക്കും. വെറുതെ നടത്തില്ല കേട്ടോ. അതിൽ ഫസ്റ്റ് കിട്ടുന്ന കുട്ടികൾക്ക് നമ്മൾ നമ്മുടെ കോൺവെക്കേഷനിൽ സമ്മാനം കൊടുക്കാറുണ്ട്. ഓക്കെ, ഇപ്പൊ ഈ വർഷത്തെ കോൺവെക്കേഷൻ നമ്മൾ വരുന്നുണ്ട് കേട്ടോ. അടുത്ത മാസം 13-ാം തീയതിയാണ് എജ്മിയുടെ കോൺവെക്കേഷൻ. നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ? എജ്മിയുടെ ചാനൽസ് ഒക്കെ ചെക്ക് ചെയ്തിരുന്നോ? ഡിഡ് യു സീ ദാറ്റ് വൺ? എനിവൺ? ആരെങ്കിലും കണ്ടോ? അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഓരോ മാസവും ബെസ്റ്റ് സ്റ്റുഡന്റ് ഓഫ് ദ മന്ത് ആയിട്ട് പ്രഖ്യാപിക്കാറുണ്ട്. എല്ലാ ക്ലാസ്സിലും ലൈവിൽ അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾ, വളരെ ആക്റ്റീവായ കുട്ടികൾ, അവരെ നമ്മൾ സ്റ്റുഡന്റ് ഓഫ് ദ മന്ത് ആയിട്ട് പ്രഖ്യാപിക്കും. ഇങ്ങനെ നിങ്ങൾ സ്റ്റുഡന്റ് ഓഫ് ദ മന്ത്, എല്ലാ മാസവും സ്റ്റുഡന്റ് ഓഫ് ദ മന്ത് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു വർഷം നമ്മൾ നോക്കും ഏറ്റവും കൂടുതൽ സ്റ്റുഡന്റ് ഓഫ് ദ മന്ത് ആയ കുട്ടി ആരാണോ ആ കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്ന അവാർഡിന്റെ പേരാണ് എസ്ട്രെല്ല. എസ്ട്രെല്ല എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് സ്റ്റുഡന്റ് ആണ്. ആ ബാച്ചിലെ ടോപ്പ് ഉണ്ടല്ലോ, അതാണ് സ്റ്റുഡന്റ് ഓഫ് ദ മന്ത് ആകുമ്പോൾ മാസത്തിലെ ടോപ്പ്. എസ്ട്രെല്ല എന്ന് പറയുമ്പോൾ ബാച്ചിലെ ടോപ്പ്. ഇനി നിങ്ങൾ പറയാണ് നമുക്ക് കുറച്ച് കലാപരിപാടികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അസ്ഫെസ്റ്റ് വരുന്നുണ്ട്. എജ്മിയിൽ എല്ലാ വർഷമുള്ള കുട്ടികളുടെ പരിപാടിയാണ്. 10-35 ഐറ്റം ഉണ്ടാവും. ഓൺലൈനാണ് കംപ്ലീറ്റ്. പാട്ട് മത്സരം, കഥ, കവിത, ഇതിനൊക്കെ സമ്മാനം ഉണ്ട് കേട്ടോ. അതാണ് അതിന്റെ ഒരു രസം എന്ന് പറയുന്നത്. ഇങ്ങനെ അതുപോലെ സ്പെഷ്യൽ ഡേ പ്രോഗ്രാമുകൾ, വേൾഡ് ഹെൽത്ത് ഡേ, വിമൻസ് ഡേ, ഇങ്ങനെയൊക്കെ അതിനൊക്കെ നമുക്ക് പരിപാടിയുണ്ട്. ഇതൊക്കെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ള ഒരു പരിപാടി. അപ്പൊ കേവലം എന്തല്ല, വെറുതെ കുറച്ച് ക്ലാസ് കേട്ട് പോകുന്ന ഒരു പരിപാടി എജ്മിയിലില്ല. ഇതിനൊക്കെ നിങ്ങൾ ഇതിനൊക്കെ ചേരാൻ ഇതിലൊക്കെ സജീവമാവണം കേട്ടോ, എന്നാലേ കാര്യമുള്ളൂ. അത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, വെറുതെ ഒരു ടീച്ചറായിട്ട് കാര്യമില്ല. വി നീഡ് ക്വാളിറ്റി ടീച്ചേഴ്സ്. ക്വാളിറ്റി ഉള്ള ടീച്ചർമാരെ കിട്ടിയിട്ടേ കാര്യമുള്ളൂ. ഇതിൽ ഒരുപാട് എജ്മിയുടെ സ്റ്റുഡൻസ് പഠിക്കുന്നവരും പഠിച്ചിറങ്ങിയവരൊക്കെ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അധികമൊന്നുമില്ല, കുറച്ച് ആളുകൾ. അവർക്ക് അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യും. അവരൊക്കെ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. നമ്മൾ വെറുതെ വാഗ്ദാനം പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. ഇതൊക്കെ നമുക്ക് പരമാവധി കൊടുക്കാൻ കഴിയാന്നുള്ളതാണ്. പിന്നെ നമ്മൾ നമ്മുടെ ഈ കോഴ്സിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് നമ്മൾ എപ്പോഴും പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതിൽപ്പെട്ട ഒന്നാണ് നല്ല ഫാക്കൾട്ടീസ് ആണ്. ഹൈലി ക്വാളിഫൈഡ് ഫാക്കൾട്ടീസ് ആണ്. മാത്രമല്ല നിങ്ങൾക്ക് ലൈവ് ക്ലാസ് കിട്ടുക. ആ ലൈവ് ക്ലാസ് തന്നെ നിങ്ങൾ ക്ലാസ് മിസ് ചെയ്യാൻ റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. എജ്മിയുടെ ആപ്ലിക്കേഷനിൽ അതുവഴി നിങ്ങൾക്കുണ്ട്. അതിന്റെയൊക്കെ പുറമെ മെന്റർ സപ്പോർട്ടാണ്. മെന്ററിന്റെ സപ്പോർട്ട് എന്താന്നുള്ള ഇനി വരുന്ന ഗീതാ നന്ദകുമാർ നമ്മോട് സംസാരിക്കും. 40 വയസ്സിന് മുകളിലെത്തിയ ആളാണ് ഗീതാ നന്ദകുമാർ. അവർ സംസാരിക്കും. ഓക്കെ, ബാക്കി ഞാൻ കൂടുതൽ എജ്മിനെ എങ്ങനെ പുകഴ്ത്തി പറയുന്നില്ല. എജ്മി എന്ന് പറയുന്ന സ്ഥാപനത്തെ ബാക്കിയൊക്കെ നമ്മൾ അനുഭവിച്ചറിയേണ്ടതാണ്. അപ്പൊ ഇത്രയും പ്രത്യേകതകൾ നമ്മൾ കൊടുക്കുന്ന ഒരുപാട് കോഴ്സുകൾ എജ്മിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. BA ഡിഗ്രി കോഴ്സുകൾ ഉണ്ട്. PPTC, മോണ്ടിസോറി, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, ഇങ്ങനെ ഗ്രാഫിക് ഡിസൈനിങ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഒരുപാട് AI ഫോർ ടീച്ചേഴ്സ്, നെറ്റ് JRF കോച്ചിങ്, ഇതൊക്കെ ഉണ്ട്. അതൊക്കെ അതിന്റെ കൂടെ തന്നെ നമ്മുടെ ഏറ്റവും ഹൈ പ്രയോറിറ്റി ഉള്ള ഒരു കോഴ്സാണ് PPTC മോണ്ടിസോറി എന്ന് പറയുന്നത്. അതിന്റെ കൂടെ ഞാൻ വിട്ടുപോയ സംഭവം ഉണ്ട്. എന്ന് വെച്ചാൽ ഗസ്റ്റ് ടോക്കാണ്. ഈ ഗസ്റ്റ് ടോക്കിന്റെ പ്രത്യേകം എന്താ അറിയോ? സമൂഹത്തിൽ നല്ല കഴിവ് തെളിയിച്ച ആളുകൾ, അവരെ നമ്മൾ കൊണ്ടുവരും. എന്നിട്ട് എന്ത് ചെയ്യും? അവരുടെ ക്ലാസ്സുകൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കും. അതാണ് ഗസ്റ്റ് ടോക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച UAE വർക്ക് ചെയ്യുന്ന ആരായിരുന്നു വന്നത്? കഴിഞ്ഞ ആഴ്ച വന്ന് ഫൈനിഷ ടീച്ചറായിരുന്നു ക്ലാസ് എടുക്കാണ്ടായിരുന്നത്. ഇങ്ങനെ ഓരോ സമൂഹത്തിൽ വ്യത്യസ്ത മേഖലയിൽ. പിന്നെ അതിന്റെ മുന്നേ കഴിഞ്ഞ ഏതൊരു മാസം വന്നത് വിർജിൻ മാർഗരറ്റ് ലണ്ടനിൽ ജോയിൻ ചെയ്ത് മലയാളികളായിട്ടുള്ള സമൂഹത്തിൽ കഴിവ് തെളിയിച്ച ആളുകളുടെ ക്ലാസ്സുകളാണ്. നിങ്ങൾക്ക് എജ്മിയുടെ യൂട്യൂബ് ചാനലൊക്കെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന്റെ കോഴ്സിന്റെ മറ്റ് ഡീറ്റെയിൽസിലേക്ക് അടക്കാം. നമ്മുടെ ഒരു ഫീസിന്റെ സ്ട്രക്ചർ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. മാക്സിമം വരുന്ന ഫീ എന്ന് പറയുന്നത് 16,000 മാത്രമാണ്. കോഴ്സ് ഫീ മോണ്ടിസോറിന്റെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞത്. കോഴ്സ് ഫീ 13,000, അതുപോലെ തന്നെ എക്സാം ആൻഡ് സർട്ടിഫിക്കേഷൻ 3,000. 16,000 ആണ് കോഴ്സ് ഫീ മാക്സിമം വരുന്നത്. ഇതിന്റെ അപ്പുറത്തേക്ക് വേറെ ഫീസ് വരുന്നില്ല. ടെക്സ്റ്റ് ബുക്ക് അത് നിങ്ങൾ കൊടുക്കുക, ചെറിയൊരു ഫീസേ വരുള്ളൂ, 1000-ന് താഴെ വരുന്നുള്ളൂ. എനിവേ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഈ ഒരു ഫീസ് എന്ന് പറയുന്നത് നിങ്ങൾ ഒറ്റയടിക്ക് അടക്കും വേണ്ട. നിങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം അടച്ച് നിങ്ങൾ ആ ഒരു കോഴ്സ് ഒരു വർഷം കൊണ്ട് കംപ്ലീറ്റ് ആവുമല്ലോ. ആ കംപ്ലീറ്റ് ആകുമ്പോഴേക്ക് നിങ്ങൾ അടച്ച് മാക്സിമം വീട്ടിയാൽ മതി. പല കുട്ടികളും നമുക്ക് ഡ്യൂ ഉണ്ടാവില്ല, പക്ഷേ കോൺവെക്കേഷന് മുൻപായിട്ട് നമ്മൾ അവരെ കൊണ്ട് അടപ്പിക്കാറുണ്ട്. നിങ്ങൾ പ്രീ പ്രൈമറി ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 13,000 ടോട്ടൽ വരിക. ഓക്കെ, ഇതാണ് ഈ ഒരു എജ്മിയുടെ കോഴ്സും ഫീസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഞാൻ ഇനി കുറച്ച് നമ്മുടെ എജ്മിയിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികളുടെ കുറച്ച് അനുഭവം കൂടി നമുക്ക് കേൾക്കാം. ഞാൻ അവർക്ക് കുറച്ച് അവസരം കൊടുക്കാം. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രമായില്ല. ഓക്കെ, ഞാൻ ആദ്യമായിട്ട് സംസാരിക്കാൻ വേണ്ടി രണ്ടാമതായിട്ട് സംസാരിക്കാൻ വേണ്ടി ലെറ്റ് മീ ഇൻവൈറ്റ് ഗീത നന്ദകുമാർ ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഗീതേച്ചി ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, ലെറ്റ് മീ ഇൻവൈറ്റ് സഫ്രാന. ഓക്കെ സർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഒന്ന് രണ്ട് മോണ്ടിസോറിയുടെ കുറച്ച് എന്താ പറയാ പ്രാക്ടിക്കൽ സംഭവങ്ങളൊക്കെ ഒന്ന് കാണിച്ചോ. അതായിരിക്കും കുറച്ചുകൂടി പേർക്ക് എഫക്റ്റീവ് ആകും. കാരണം അതൊക്കെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താറ്.
യെസ്, ഞാന് മോണ്ടിസോറിയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മള് ഒരു എന്തുകൊണ്ടും നമ്മള് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഡൗട്ട് അടിക്കും. കാരണം എല്ലാവരും പറയുന്നത് മോണ്ടിസോറിൽ ഒരുപാട് വർക്ക്സ് ഉണ്ട്, കംപ്ലീറ്റ് പ്രാക്ടിക്കൽസ് ആണ്, കളിയും ചിരിയും മാത്രമാണ് അവിടെ നിന്ന്. പക്ഷെ നമ്മൾ അതിൽ കോഴ്സ് എടുത്ത് അതിന്റെ പ്രാക്ടിക്കൽ ക്ലാസ്സസ് ഒക്കെ കണ്ടു തുടങ്ങി, അത് അറിഞ്ഞു തുടങ്ങിയാൽ മാത്രമാണ് അത് എത്രത്തോളം കുട്ടികളിലും നമ്മളിലും ബെനിഫിറ്റ്സ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമുക്കറിയാലോ, പ്രാക്ടിക്കൽസ് എന്ന് പറയുമ്പോൾ തന്നെ പറയാം അവിടെ കളിയും ചിരിയും മാത്രമാണ്, അല്ലാതെ ആക്ടിവിറ്റീസ് ആണ്, നമ്മൾ എങ്ങനെ പഠിപ്പിക്കും, എങ്ങനെയാണ് കുട്ടികൾ അത് മനസ്സിലാക്കാന്നൊക്കെ. പക്ഷെ നമ്മൾ കൂടുതൽ അതിലെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കത് ക്ലിയർ ആവും. ഇപ്പൊ മോണ്ടിസോറിയിലെ ഒരു ആക്ടിവിറ്റിയും ഒരു മെറ്റീരിയലും നമുക്ക് വെറുതെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി കൊടുക്കുന്നില്ല. കാരണം മോണ്ടിസോറി എന്ന് പറയുന്നത് മെറ്റീരിയൽസിന് തന്നെ പ്രത്യേകം പ്രിൻസിപ്പിൾസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അത് സെറ്റ് ചെയ്ത് വെക്കുന്നത്. കുട്ടികൾ അത്രയും അട്രാക്റ്റീവ് ആയിട്ടും കുട്ടികളെ ക്യൂരിയോസിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. അത് നമ്മൾ വിചാരിക്കും ആക്ടിവിറ്റീസ് ആണല്ലോ, ചെറിയ കുട്ടികളാണല്ലോ, ജസ്റ്റ് ടോയ്സ് ആയിരിക്കും കൊടുക്കുക. പക്ഷെ ഒരിക്കലല്ല, നമ്മൾ റിയൽ ലൈഫിലെ ഒബ്ജക്ട്സ് തന്നെയാണ്, കുട്ടികളുടെ സൈസിലുള്ളതാണ് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സിമ്പിൾ ടു കോംപ്ലക്സ് ഡിസൈനിലുള്ള മെറ്റീരിയൽസ് ആണ്. സോ അതുകൊണ്ട് തന്നെ കുട്ടികൾ ഓരോ ആക്ടിവിറ്റിക്ക് അതിന് പ്രത്യേകം ഒരു പേർപ്പസ് ഉണ്ട്. അത് കൂടാതെ തന്നെ ലെറ്ററിൽ നമ്മൾ എഴുതാനും മാത്സ് റിലേറ്റഡ് ആയിട്ടും അങ്ങനെ എല്ലാ കംപ്ലീറ്റ് കാര്യങ്ങളും ഒരു ആക്ടിവിറ്റിയിലൂടെ പഠിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മള് മോണ്ടിസോറിക്ക് പ്രത്യേകം റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ മെറ്റീരിയൽസും അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഷെൽഫിലായിരിക്കും. കുട്ടികൾ തന്നെയാണ് സ്വന്തമായിട്ട് മെറ്റീരിയൽസ് എടുത്ത് കൊണ്ടുവരികയും ചെയ്യുകയും ഒക്കെ ചെയ്യാം. അതുപോലെ തന്നെ നമ്മള് ഇതുപോലെ ഒരു ട്രേ ഉണ്ടാവും ക്യാരി ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്ക് ആദ്യം തന്നെ നമ്മൾ ഇത് ട്രേ എങ്ങനെയാണ് ക്യാരി ചെയ്യേണ്ടതെന്ന് വെറുതെ പഠിപ്പിക്കും. എന്നിട്ട് അതിന്റെ കൂടെ ഒബ്ജക്ട്സ് വെച്ചിട്ട് എങ്ങനെയാണെന്ന് പഠിപ്പിക്കും. അതുപോലെ തന്നെ മാറ്റ്, നമ്മൾ ഫ്ലോർ ആക്ടിവിറ്റീസ് ഉണ്ട്, ടാബിൾ ആക്ടിവിറ്റീസ് ഉണ്ട്. ആ ഫ്ലോർ ആക്ടിവിറ്റീസിന് ഫ്ലോർ മാറ്റും, ടാബിൾ ആക്ടിവിറ്റീസിന് ടാബിൾ മാറ്റും, അതുപോലെ വെറ്റ് ആക്ടിവിറ്റീസിന് പ്ലാസ്റ്റിക് മാറ്റും. അങ്ങനെ എല്ലാ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇത് നമ്മളെ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയില് നമ്മൾ മോണ്ടിസോറി 5 ഏരിയാസ് ആണുള്ളത്. മോണ്ടിസോറിയിലെ പ്രാക്ടിക്കൽസ് ഹോൾ സബ്ജക്റ്റിൽ 5 ഏരിയാസ് ഉണ്ട്. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള ലൈഫ് സ്കിൽസ് ആണ് പഠിപ്പിക്കുന്നത്. അതുപോലെ മാത്സ്, ലാംഗ്വേജ്, സെൻസോറിയൽ, കൾച്ചറൽ എന്ന് പറഞ്ഞ 5 ഏരിയാസ് ഉണ്ട്. ആ പ്രാക്ടിക്കൽ ലൈഫിലെ ബേസിക് ലൈഫ് സ്കിൽസിൽ തന്നെ അതിൽ തന്നെ നമ്മൾ 4 കാറ്റഗറീസ് ആയിട്ടുണ്ട്. അതിൽ തന്നെ ഫൈൻ മോട്ടോർ സ്കിൽ ഡെവലപ്മെന്റ്, ഗ്രേസ് ആൻഡ് കേർട്സി, കെയർ ഓഫ് എൻവയോൺമെന്റ്, കെയർ ഓഫ് സെൽഫ്. നമ്മൾ 2.5 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് മുടി ചീകാൻ മുതൽ നഖം കട്ട് ചെയ്യാന്, പിന്നെ അവരെ ഷൂ ലൈസ് കെട്ടാൻ വേണ്ടിയിട്ട് അവര് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും കുട്ടികളെ മെയിൻലി നമ്മളെ മോണ്ടിസോറി പ്രാക്ടിക്കൽസ് ഇൻഡിപെൻഡന്റ് ആക്കുകയാണ് ചെയ്യുന്നത്. ഓരോ ആക്ടിവിറ്റീസിലൂടെ അവർ സ്വയമായിട്ട് എല്ലാം ചെയ്യാൻ പഠിക്കുന്നു. ഇപ്പൊ നമ്മളെ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിലെ ഫൈൻ മോട്ടോർ സ്കില്ലിന്റെ അണ്ടറിൽ വരുന്ന ഒരു ആക്ടിവിറ്റിയാണ് നാപ്കിൻസ്. നമുക്ക് 4 നാപ്കിൻസ് ഉണ്ട്. അതിൽ ഇത് നാപ്കിൻ നമ്പർ 3 ആണ്. ഇതിന്റെ ഒരു പ്രസന്റേഷൻ ഞാൻ കാണിച്ചു തരാം, എല്ലാവരും ഒന്ന് ഒബ്സർവ് ചെയ്യണേ. ഓക്കെ, നമ്മൾ കുട്ടിയെ വിളിക്കും, ഇൻവൈറ്റ് ചെയ്യും, നമ്മളെ പ്രസന്റേഷൻ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ പ്രസന്റേഷൻ ഡയലോഗ് പറയും, ടുഡേ വി ആർ ഗോയിങ് ടു ഡു ദ നാപ്കിൻ ആക്ടിവിറ്റി വിത്ത് നാപ്കിൻ നമ്പർ 3. ഓക്കെ, ഇതാണ് നമ്മൾ ഈ ഒരു പ്രസന്റേഷൻ. സിമ്പിൾ ആയിട്ടുള്ള പ്രസന്റേഷൻ ആണ്. ഇതിൽ തന്നെ ഈ നാപ്കിനിൽ തന്നെ നമ്മൾ 2 മീഡിയംസ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ഈ ഒരു ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എന്താണ് കുട്ടി പഠിച്ചതെന്ന്, പക്ഷെ കാണുമ്പോൾ നമുക്ക് നിസ്സാരമായിട്ട് തോന്നും. പക്ഷെ കുട്ടികൾ സ്വയമായിട്ട് ചെയ്യേണ്ട, ഇൻഡിപെൻഡന്റ് ആവുകയാണ് ചെയ്യുന്നത്. കാരണം കുട്ടികളെ സോക്സ് ആയാലും അവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് സ്കൂളിൽ വന്നിട്ട് 2.5 വയസ്സുള്ള കുട്ടി അല്ലെങ്കിൽ 3 വയസ്സുള്ള കുട്ടി ഇത് ഫോൾഡ് ചെയ്യാൻ പഠിച്ചതിന് തീർച്ചയായും അവർ വീട്ടിൽ ചെന്നാലും അത് കണ്ടിന്യൂ ചെയ്തിട്ട് ഫോളോ ചെയ്ത് പോകും. അതുപോലെ തന്നെ കുട്ടികളെ കോൺസെൻട്രേഷൻ അറിയാലോ, നമ്മൾ എങ്ങനെയായാലും ഏത് സിലബസ് ആയാലും ഏത് കാര്യങ്ങളും പഠിക്കുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് മെയിനായിട്ട് വേണ്ട കാര്യമാണ് കോൺസെൻട്രേഷൻ. സോ ഈ ഒരു കാര്യത്തിൽ കൂടി കുട്ടികൾ കോൺസെൻട്രേഷൻ നന്നായിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹാൻഡ് ഐ കോർഡിനേഷൻ, കുട്ടികൾ അത് കണ്ണും കൈയും ഒരുപോലെ കോർഡിനേറ്റ് ചെയ്തിട്ട് ലേറ്ററിൽ അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് വരികയാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് കോൺസെപ്റ്റ് വരുന്നുണ്ട്. കുട്ടികൾ എഴുതാൻ വേണ്ടി നമുക്കറിയാലോ, നമ്മൾ ബുക്കിലായാലും ബോർഡിലായാലും ലെഫ്റ്റ് ടു റൈറ്റ് ആണ് എഴുതുന്നത്. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആണ്. അതുപോലെ നമ്മൾ ഈ 2 തംസ് ഈ ഫിംഗേഴ്സ് വെച്ചിട്ടാണ് ഫോൾഡ് ചെയ്യുക. സോ ലേറ്ററിലുള്ള പിൻസർ ഗ്രിപ്പ്. ഒരിക്കലും നമുക്കറിയാം 2.5 വയസ്സ് 3 വയസ്സുള്ള LKG കുട്ടികൾക്ക് പെൻസിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ കുറച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോയ ടൈം അറിഞ്ഞതാണ്,
എഴുതാൻ പറയുമ്പോൾ ഒരു പേജ് എഴുതുമ്പോൾ തന്നെ അവർ പറയും കൈ വേദന എടുക്കുന്നു, പെൻസിൽ പിടിക്കാൻ പറ്റുന്നില്ല. ഒരു UKG എത്തിയ കുട്ടികൾ പോലും പെൻസിൽ കറക്റ്റ് പിടിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. പക്ഷെ മോണ്ടിസോറിയിൽ എത്തുമ്പോൾ അവർ 2.5 വയസ്സ് മുതൽ തന്നെ പെൻസിൽ ഗ്രിപ്പിനുള്ള പ്രാക്ടീസ് ആണ് അവിടെ നടത്തുന്നത്. എല്ലാ ആക്ടിവിറ്റീസിലും അത് കുട്ടികൾ ക്ലിയർ ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഇവിടെ നോക്കൂ, ഓരോ ഷേപ്സിലായിട്ടാണുള്ളത്. സോ കുട്ടികളെ ലേറ്ററലി ഉള്ള ജോമെട്രി പഠിക്കുന്നു. അതുപോലെ തന്നെ ഫ്രാക്ഷൻസ്. ഇപ്പൊ നിസ്സാരമായിട്ടുള്ള 2.5-3 വയസ്സിൽ കൊടുക്കുന്ന ഒരു നിസ്സാരമായിട്ടുള്ള നാപ്കിൻ ഫോൾഡിങ് ആക്ടിവിറ്റിയാണ്. അതിൽ കൂടുതൽ നമ്മൾ കുട്ടികൾ എന്തൊക്കെ പഠിക്കുന്നത് നമ്മളൊന്ന് ആലോചിച്ചാൽ മതിയാവും. സോ അതാണ് മോണ്ടിസോറി. മോണ്ടിസോറി പ്രാക്ടിക്കൽ ഒരു ആക്ടിവിറ്റിയും അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പേർപ്പസ് ഉണ്ട്. എന്നാൽ കൂടി ലേറ്ററലി കുട്ടികൾ മാത്സും ലാംഗ്വേജും ഒക്കെ പഠിക്കുന്നുണ്ട്, ഇൻഡിപെൻഡന്റ് ആയിട്ട് വരുന്നുണ്ട്. മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അവരെ സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ് ആണ്, അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ് ആണ്. ഓക്കെ സർ. ഓക്കെ അല്ലാതെ ഒന്ന് പുതിയതായിട്ട് ജോയിൻ ചെയ്ത കുട്ടികളൊക്കെ ഒന്ന് കൈയടിച്ചു കൊടുക്കണോ? കമന്റ് ബോക്സിൽ കൈയടി ക്ലാപ്പ് കൊടുക്കും. വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയുന്നില്ല, കേട്ടില്ല. ഓരോന്നിനും ഓരോ ഇതൊക്കെ ഓൺലൈനായിട്ട് പഠിച്ചുണ്ടാക്കിയതാട്ടോ. ഒരുപാട് പ്രാക്ടിക്കൽസ് നമുക്ക് ചെയ്യാൻ ഒരുപാട് ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ ടെൻഷൻ ആക്കില്ല. അതൊക്കെ നിങ്ങൾ ഒരു വർഷത്തെ സമയമുണ്ട്, നന്നായിട്ട് അതൊക്കെ ഞാൻ പറയട്ടെ. ഞാനും ഈ ഓൺലൈനായിട്ട് കയറുമ്പോൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഓൺലൈനാണ്, പ്രാക്ടിക്കൽസ് ആണ്, എത്രത്തോളം നമുക്ക് പോസിബിൾ ആവും. മോണ്ടിസോറി എന്ന് പറയുന്ന കംപ്ലീറ്റ് ആക്ടിവിറ്റീസ് ആണ്. പക്ഷെ നമുക്ക് ഒരു കൺസെഷനും ഇല്ല കേട്ടാ. എന്തായാലും ഓൺലൈൻ ആയിക്കോട്ടെ, നമ്മളെല്ലാം ചെയ്യണം. റെക്കോർഡ്സ് ഉണ്ട്, നമ്മളെ സെമിനാർസ്, അസൈൻമെന്റ്. പക്ഷെ അത് ത്രൂ ഔട്ട് നമുക്കൊരു ബേർഡൻ തരാതെ ആ കറക്റ്റ് ടൈമിന് നമുക്ക് തന്നിട്ട് നമ്മളെ പ്രിപ്പയർ ആയി കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഹറിബറി ആക്കിയിട്ട് പഠിക്കൊന്നും വേണ്ട. ഓരോ സ്പെസിഫിക് സമയത്തും നമുക്ക് മന്ത്ലിയുള്ള അസസ്മെന്റും കാര്യങ്ങളും റിവിഷൻ ക്ലാസ്സും ഒക്കെ തന്നിട്ട് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോ എജുമിയുടെ ഒരു പ്രത്യേകത ഒരുപാട് സാറ് പറഞ്ഞു, റസ്മിനെ പറഞ്ഞു. പക്ഷെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം, നമ്മളെ വീട്ടിൽ ഒതുങ്ങിയിരിക്കുന്ന നമ്മളെ സ്ത്രീകളെ നമുക്ക് എന്തൊക്കെ സ്കില്ലുണ്ടോ അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം, ഞാനിപ്പോ നിങ്ങളെ മുമ്പിലിരുന്ന് സംസാരിക്കുന്നത് അത് എജുമിയുടെ കാരണം അതുപോലെ നമ്മളെ പ്രിപ്പയർ ചെയ്തിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഗൈഡ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടെ വരെ കൊണ്ടെത്തിക്കുന്നുണ്ടെങ്കിൽ അത് എജുമിക്ക് മാത്രമേ പറ്റൂ. അല്ല സഫ്രാന, ഈ മുങ്ങിയോ? എന്റെ വീഡിയോ കാണാനില്ലല്ലോ. പിന്നെ അല്ല, ഇതിപ്പോ എന്റെ വീട്ടിലുള്ള ഹസ്ബൻഡിന്റെ തൂവാലെടുത്തോ എന്തെങ്കിലും പറയാ, തൂവാല എന്നല്ല പറയാ, അതെടുത്തിട്ടൊരു പ്രാക്ടീസ് ആക്കിയല്ല. എന്റെ വേറെ പ്രാക്ടിക്കൽസ് ഒക്കെ ഈ കാണിക്ക്, അതുണ്ടോ? അത് കാണിച്ചു അത് കാണിച്ചു കൊടുക്കും. ഇവർക്കൊക്കെ പറ്റിക്കാൻ പറയാൻ പറ്റില്ല. ഇല്ല സാർ, നമ്മളിപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഒരു ടോയ്സോ കാര്യങ്ങളോ ഒരു പറ്റിപ്പോ ഒന്നുമില്ല. ഇതിനൊക്കെ സ്പെസിഫിക് മെഷർമെന്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പക്കാ ക്ലിയർ ആയിട്ട് ചെയ്യുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നമ്മളെ പ്രാക്ടിക്കൽ ലൈഫ് സ്കില്ലിന്റെ അണ്ടറിൽ വരുന്ന കാറ്റഗറിയാണ് പറഞ്ഞു ഫൈൻ മോട്ടോർ സ്കിൽസ്. അതിന്റെ അണ്ടറിൽ തന്നെ വരുന്നതാണ് നമ്മൾ പോറിംഗ് ആക്ടിവിറ്റി. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ 2.5 വയസ്സുള്ള ഒരു കുട്ടി വീട്ടിൽ നിന്ന് കറി വിളമ്പുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രത്തിൽ നിന്ന് അപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് അത് എത്രത്തോളം പോസിബിൾ ആയിരിക്കും. പക്ഷെ മോണ്ടിസോറി സ്കൂളിൽ വരുന്ന കുട്ടികൾക്ക് അത് ഈസി ആയിരിക്കും. കാരണം 2.5 വയസ്സിൽ നമ്മൾ കൊടുക്കുന്ന ആക്ടിവിറ്റിയാണ് പോറിംഗ് ആക്ടിവിറ്റി. ഇതിപ്പോ വെറ്റ് പോറിംഗ് ആക്ടിവിറ്റി ആണ്. അതിനും പ്രത്യേകം റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രസന്റേഷൻ ഡയലോഗ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇങ്ങനെ പഠിക്കുക. ഇതിങ്ങനെയാണ് അതിന്റെ പ്രസന്റേഷൻ. ഇതൊക്കെ എന്റെ വീട്ടിലത്തെ പരിപാടികൾ, ഇതെല്ലാത്ത എടുക്കേ ഇതൊക്കെ വീട്ടിലത്തെ പരിപാടി എന്ന് പറയണ്ട. നമ്മൾ 2.5 വയസ്സ് മുതൽ അവരെ ഇൻഡിപെൻഡന്റ് ആക്കുന്നുണ്ടെങ്കിൽ ബേസിക് ലൈഫ് സ്കിൽസ് ആണ് പഠിപ്പിക്കുന്നത്. പക്ഷെ വെറും വീട്ടിലത്തെ കാര്യങ്ങളല്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, വേറെ എടുക്ക ഇത് ഇവർ ഇതിൽ ജോയിൻ ചെയ്ത കോഴ്സ് എടുക്കാൻ ആഗ്രഹിച്ച് ജോയിൻ ചെയ്ത കുട്ടികൾ കാണാത്ത എടുക്കേ, നമ്പറോടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എടുക്കേ. എന്നാ സാർ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. സാർ സംസാരിക്കണം, ഞാൻ എടുത്തിട്ട് വരാം. പിന്നെന്താ, ആ സമയത്ത് തന്നെ കുറ്റം പറയും ചെയ്യാലോ. ഞാൻ ഫോൺ കൊണ്ടുപോകും. സഫ്രാന നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. പിന്നെ നിങ്ങൾ കരുതുന്നുണ്ടാവും സഫ്രാന ഫ്രീ ഉള്ള സമയത്ത് ഇതൊക്കെ ചെയ്യും. കൊണ്ടുപോ ഫ്രീ ഉള്ള സമയത്ത് അല്ല പിന്നിരിക്കുക എന്നുള്ളത്. 3 കുട്ടികളാണോ 4 കുട്ടികളാണോ? 3 കുട്ടികളെ 3 എണ്ണം കൂട്ടണ്ട. അതെ 3 കുട്ടികളെ അമ്മ കൂടിയാണ് സഫ്രാന എന്ന് പറയുന്നത്. ആ നാട്ടിലെ പരിപാടികൾക്കൊക്കെ വളരെ ആക്റ്റീവ് ആയിട്ട് ഇടപെടുന്ന പ്രസിഡന്റ് തന്നെയായിരുന്നു. ഇപ്പൊ ടീച്ചറായിട്ട് അത് സ്കൂള് അടുത്ത് തന്നെ കയറാൻ പോവാണ്. അത് തന്നെ നല്ല കുറെ ഇന്റർവ്യൂസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ലത് കിട്ടും. നല്ല ക്വാളിറ്റി ഉള്ള ആളാണ്. എജ്മിയിലൊക്കെ ചെറിയ ടീച്ചിങ് ഒക്കെ ആയിട്ട് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞു തരുന്നത് വെച്ചാൽ ഇതൊക്കെ നമ്മളെ കൊണ്ട് സാധ്യമാണ്. വീട്ടമ്മയാണ് അല്ലെ. ഗീതാനന്ദകുമാറിന്റെ ഏജ് എനിക്ക് 48 ഇനി 80 ആ റേഞ്ചിൽ. ഞാൻ ആ ഏജ് പറഞ്ഞു ഇതാക്കില്ല, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഏതായാലും അവർ ജോയിൻ ചെയ്തിട്ടില്ല, എന്താ പറയുക. ഏതായാലും ഞാൻ പറഞ്ഞു തരുന്നത് വെച്ചാല് ഈ ലെവലിൽ നമുക്കിതൊക്കെ കഴിയും. നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നേ ഉള്ളൂ. അതുപോലെ നമ്മളെ ഇതിൽ പഠിക്കാൻ തുടങ്ങിയ പല കുട്ടികളുടെ ഹസ്ബൻഡുമാര് തുടക്കത്തില്
അവർ ഭയങ്കര എതിർപ്പായിരുന്നു. കാരണം പിന്നെന്താ പറയാ, ഇതൊക്കെ നടക്കുമെന്നുള്ളത്. അതുപോലെ ടീച്ചിങ് പ്രാക്ടീസിന് വീട്ടിലായിരുന്നു. പക്ഷെ നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രത്യേകത ലേഡീസ് മെന്റേഴ്സ് ആണ്. എല്ലാം നമ്മൾ വളരെ സേഫ്റ്റി ആയിട്ടാണ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. അനാവശ്യമായ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകാത്തതുകൊണ്ട് തന്നെ ഭയങ്കര വിശ്വാസത ഹസ്ബൻഡുമാർക്കും ഉപ്പുമാർക്കിടയിലും അച്ഛന്മാർക്കിടയിലൊക്കെ വന്നുകൊണ്ട് അവർക്കൊക്കെ എനിക്ക് തോന്നുന്നു 90% അല്ലെങ്കിൽ 95% കുട്ടികളും ടീച്ചിങ് പ്രാക്ടീസ് നേരിട്ട് പോയി ചെയ്ത കുട്ടികളുണ്ട്. അപ്പൊ അത്രയും ഒരു ക്വാളിറ്റിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയെന്നുള്ളത് തന്നെയാണ് മറ്റൊരു പ്രത്യേകത. സുഫ്രാന പറഞ്ഞു. ഓക്കെ. അതുപോലെ നമ്മൾ മാത്സിൽ ഒരു ആക്ടിവിറ്റിയാണ് സ്പ്രിങ്കിൾ ബോക്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ്. സാർ പറഞ്ഞ പോലെ അല്പത്തെ പരിപാടി ഒന്നല്ല. ഇതില് നമ്മള് 0 to 9 വരെ ആയിരിക്കും ഇതിൽ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടിക്ക് 0 ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. മാത്സിൽ ഇതിനു മുന്നേ ഒരുപാട് ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. കൗണ്ടിങ് സ്റ്റിക്കും, സാൻഡ് പേപ്പർ, ന്യൂമറൽസ്, അതുപോലെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇത് കൊടുക്കാം. ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് ഇതേപോലെ ഒരു സ്പിൻഡിൽ ബോക്സ് ഉണ്ടാവും. അതിൽ നമ്മൾ സ്പിൻഡിൽസ് ഉണ്ടാവും. 45 സ്പിൻഡിൽസ് ഉണ്ടാവും. 1 to 9 വരെ കുട്ടികളെ കൊണ്ട് ഇടിക്കും. അപ്പൊ കേക്ക് ഈ 15 സ്പിൻഡിൽസ് കഴിയും. അത് ഡീറ്റെയിൽ പ്രസന്റേഷൻ ചെയ്യുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. അതുകൊണ്ടാണ് കുട്ടികൾ ഇതുപോലെ 1, then 1, 2 കുട്ടികൾ ആദ്യം പറയും. കുട്ടികളോട് ക്യാൻ യു പ്ലീസ് ടെൽ മീ വാട്ട്സ് നമ്പർ ഈസ് ദിസ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ദിസ് ഇസ് നമ്പർ 1 എന്ന് പറഞ്ഞു കൊടുത്തിട്ടാണ് കുട്ടിയോട് പറയാ. പ്ലീസ് പുട്ട് 1 സ്പിൻഡിൽസ് ഓൺ ദിസ് ഏരിയ എന്ന് പറഞ്ഞിട്ടാണ് കുട്ടികളോട് ചെയ്യിക്കുക. സോ ദെൻ നെക്സ്റ്റ് 1, 2, 3 അങ്ങനെ 9 വരെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇവിടെ സ്പിൻഡിൽസ് കഴിയും. സോ അപ്പൊ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ട് കുട്ടികൾ ചിന്തിക്കും എന്തുകൊണ്ട് ഇവിടെ ഇട്ടിട്ടില്ല, ഇവിടെ 0 ആണ്. അതിൽ കൂടുതൽ കുട്ടികൾ അറിയാതെ തന്നെ നമ്മൾ ഇന്ററാക്ട് ആയിട്ട് പഠിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ ഇതിന്റെ മെയിൻ പർപ്പസ് ആണ് 0 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ സോ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു കൊടുക്കും 0 മീൻസ് നത്തിങ്, എംപ്റ്റി എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കുന്നത്. സോ അതുപോലെ തന്നെ മാത്സിലും ലാംഗ്വേജിലും ഒക്കെ നമ്മൾ എന്താണ് സൗണ്ട്സ്, ലെറ്റർ സൗണ്ട്സ് മുതൽ നമ്മൾ സെന്റൻസ് റീഡിങ്, സ്റ്റോറി റീഡിങ് പോലും നമ്മൾ ഇതുപോലെ ആക്ടിവിറ്റീസ് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ക്ലിയർ അല്ലേ? പിന്നെന്താ, അപ്പൊ അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി ഒരു ഗൈഡിങ് കൊടുക്കണോ കമന്റ് ബോക്സിൽ? അറ്റ്ലീസ്റ്റ് നമുക്കൊരു സംതിങ് പുതിയൊരു നോളജ് പുതിയത് കിട്ടിയില്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ ഒരു കോഴ്സിന്റെ രീതി. ഈ ഒരു ലെവലിൽ ഇതൊരു 1-2 പ്രാക്ടിക്കൽ നടക്കും. ഒരുപാട് പ്രാക്ടിക്കൽ പഠിക്കും. പ്രാക്ടിക്കൽ കൂടുതൽ പഠിച്ചെടുക്കുക വേണ്ടത്. അങ്ങനെ പഠിച്ചാലേ കാര്യമുള്ളൂ. അപ്പൊ നിങ്ങളൊരു ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് ഹൈലൈറ്റ് ചെയ്ത് പറയാം, ഐ നോ, അല്ലെ, ഐ നോ മോർ ദാൻ 30 പ്രാക്ടിക്കൽസ്, അല്ലെ, ഐ നോ ബണ്ടിൽ ഓഫ് പ്രാക്ടിക്കൽസ്. ആ സ്കൂളിൽ പോലും പല സ്കൂളുകളിലും എത്താത്ത പല പ്രാക്ടിക്കൽ നോളജുകൾ നമ്മളെ കയ്യിലുണ്ട് എന്ന് സ്കൂൾ അധികൃതർ കണ്ടു കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ജോബ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ക്വാളിറ്റി ഉള്ള ടീച്ചേഴ്സായിട്ട് നമ്മളൊക്കെ മാറും എന്നുള്ളതാണ്. ഇനി ഞാൻ നിങ്ങൾക്കുള്ള സമയം തരാണ്. ഗീതാനന്ദകുമാർ ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ നിങ്ങളുടെ സമയം തരികയാണ്. ജോയിൻ ചെയ്ത പുതിയതായിട്ട് നമ്മുടെ ഈ കോഴ്സ് പഠിക്കാൻ വേണ്ടി ജോയിൻ ചെയ്ത ആളുകൾക്കുള്ള സമയമാണ്. നിങ്ങൾക്ക് വോയിസിൽ വന്നിട്ടും അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിട്ടൊക്കെ ചോദിക്കാം. നമ്മളോട് ചോദിക്കാം, നമ്മുടെ സ്റ്റുഡൻസ് ആയി ജോയിൻ ചെയ്ത അവരോടൊക്കെ ചോദിക്കാം. ചോദിച്ചോളൂ, നിങ്ങളെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാനുള്ള അവസരമാണ്. അതെ, മോണ്ടിസോറി എന്ന് പറയുന്ന നിലവിൽ LKG UKG, പക്ഷെ ഇപ്പോ പുതിയ നാഷണൽ കരിക്കുലം നിയമപ്രകാരം 3 വർഷത്തെ കോഴ്സായിട്ട് വന്നു. നിങ്ങൾ കണ്ടോ അറിയില്ല. LKG UKG ആയിട്ട് സീനിയർ KG ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോ 3 വർഷമായിട്ട് വരുന്നുണ്ട്. ഹിമായ, നിങ്ങൾക്ക് എന്താ ചെയ്യാ, റെക്കോർഡ് ക്ലാസ് നമ്മൾ അവൈലബിൾ ആക്കി തരാം. കുഴപ്പമില്ല കേട്ടോ. ഡൗട്ടുകൾ ചോദിച്ചോളൂ. ഇനി ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ വിഷയത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നമ്മുടെ ഫാക്കൽറ്റീസിനൊന്നും ഞാൻ പരിചയപ്പെടുത്തിയിട്ടില്ല. ഒക്കെ വലിയ മേഖലയിൽ ക്ലാസ് എടുക്കുന്ന ആളുകളാണ്. അവരാണ് ഫാക്കൽറ്റീസ് ആയിട്ട് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ക്ലാസിന്റെ അപ്പുറത്തേക്കുള്ള ഒരു വലിയൊരു ലോകത്തേക്കാണ് നിങ്ങളെയൊക്കെ ക്ഷണിക്കുന്നത്. കേവലം ക്ലാസ് കിട്ടിയോണ്ട് നിങ്ങൾ ടീച്ചറാകാൻ പോകുന്നില്ല. ടീച്ചറാവും, പേരിന് ടീച്ചറാവും, പക്ഷെ നിങ്ങൾക്ക് ജോലിയൊന്നും കിട്ടില്ല. അത് ഉറപ്പാ. നന്നായിട്ട് ഹാർഡ് വർക്ക് ആയി റെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ജോലി കിട്ടും, നല്ല സാലറിയും കിട്ടും, ഇൻഡിപെൻഡന്റ് ആയിട്ട് നിങ്ങൾക്ക് ജീവിക്കാനും പറ്റും. ഓൺലൈനായിട്ടും കിട്ടും, ഓഫ്ലൈനായിട്ടും കിട്ടും. ചോദിച്ചോ, ഡൗട്ട് ചോദിക്കണോ? നമ്മളുള്ളത് പറയണല്ലോ, വെറുതെ പറഞ്ഞ കാര്യമില്ല. നിങ്ങൾ ടീച്ചിങ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരാൾ ഇതിൽ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ടീച്ചർ ആവാൻ താല്പര്യമില്ലാത്ത ഒരാൾ, സത്യല്ലേ? നമ്മുടെ ടേസ്റ്റാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. പറഞ്ഞോ, ഡൗട്ടുകൾ ചോദിച്ചോ. സഫ്വാനത്ത് പറയുന്ന എജുമി അടിപൊളിയാണ്. സഫ്വാനത്തോട് നിങ്ങൾക്ക് പഠിക്കുന്ന സ്റ്റുഡന്റ് ആയിരിക്കും. ആർക്കില്ല, ആർക്കും അഡ്മിഷൻ വേണ്ട, അല്ലെങ്കിൽ എല്ലാവർക്കും അഡ്മിഷൻ വേണം. അപ്പൊ ഇതിൽ എത്ര പേര് അഡ്മിഷൻ എടുക്കാൻ റെഡിയാണ്? ക്ലാസ്സുകൾ ജൂണിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ മെയ് ലാസ്റ്റ് ജൂണാണ്. 1 മാസം ഇല്ല,
അതേസമയം നമ്മളതിന്റെ ഇപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പ്രീ ക്ലാസ്സുകൾ, അല്ലാത്ത ക്ലാസ്സുകൾ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാർട്ടിങ് വരുന്നത് മെയ് 13-നാണ്. പറ്റുന്നവർക്കൊക്കെ എന്ത് ചെയ്യാം, നമ്മുടെ കോൺവൊക്കേഷൻ കൂടി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ്. യെസ് സാർ, ഒരു വാശി കൂടുതലാണ്, കുട്ടിയെ എങ്ങനെയാ കയ്യിലെടുക്കുക? ഒരു വാശി കൂടുതലുള്ള കുട്ടിയെ എങ്ങനെയാണ് കയ്യിലെടുക്കേണ്ടത്? അതെ, കുട്ടി നമ്മൾ ചൈൽഡ് സൈക്കോളജി പറഞ്ഞ പേപ്പർ പഠിക്കുന്നുണ്ട്. കുട്ടിയുടെ എല്ലാ ഡെവലപ്മെന്റും നമ്മളതിൽ പഠിക്കും, ഓരോ ഏരിയയിലെ ഡെവലപ്മെന്റും എങ്ങനെ കയ്യിലെടുക്കണം എന്നുള്ളത് കേട്ടോ. ഒന്നും ഒരു പേടും പഠിക്കണ്ട. അത് നിങ്ങൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്ക് നിങ്ങൾ സൈക്കോളജി പഠിച്ചിരിക്കും. പ്രിറ്റി ഷുവർ അബൌട്ട് ദാറ്റ്. പറഞ്ഞോ. അതിലൊന്ന് പറയട്ടെ സാർ, സിമ്പിൾ ആയിട്ട് തീർച്ചയായിട്ടും. മോണ്ടിസോറിയിൽ അഡ്മിഷൻ എടുക്കും. കാരണം ആസ് എ മോണ്ടിസോറി ടീച്ചർ സ്കൂളിൽ മാത്രമല്ല, നമ്മൾ മെറ്റീരിയൽ മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് കുട്ടികൾക്ക് പ്രസന്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരിക്കലും വാശിയുള്ള കുട്ടികൾ ആദ്യം പഠിക്കുന്നത് ഇൻഡിപെൻഡൻസും കോൺസെൻട്രേഷനും അതുപോലെ തന്നെ ഈ വാശി കട്ട് ചെയ്യാന്നുള്ള സംഭവമാണ്. സോ നിങ്ങൾ സ്കൂൾ മാത്രം, ഇപ്പൊ വീട്ടിലിരിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം ആണല്ലോ ഓൺലൈന്. സോ നമ്മൾ 1 ഇയർ ഇതാന്ന് പറയുമ്പോൾ പോകും. സോ ഇത്രയും ചെറിയൊരു ഫീസിൽ നമ്മൾ എടുത്താൽ ഇൻ കേസ് നമുക്ക് ജോബ് ചെയ്യാൻ പോയിട്ടില്ലെങ്കിൽ കൂടി ഈ പറഞ്ഞ പോലെ വാശിയുള്ള കുട്ടികളെ നമുക്ക് മേടിക്കാൻ പറ്റും. ഞാൻ ഫീസ് പറഞ്ഞല്ലോ, മോണ്ടിസോറി മാക്സിമം ഫീസ് 16,000 വരുന്നത്, പ്രീ പ്രൈമറി 13,000 വരുന്നത്. അത് തന്നെ നിങ്ങൾ ഈ കോഴ്സ് കഴിയുമ്പോഴേക്ക് നിങ്ങൾ അടച്ചാൽ മതി. ഓക്കെ, ഓർത്തിരുന്നോ, ഒരു ബാച്ചിൽ നമ്മൾ ഈ വർഷം മുതൽ നമ്മൾ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. 50 കുട്ടികളാണ് മാക്സിമം പോവുക. ഓൾറെഡി കുറച്ച് ഫിൽ ആയിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ ഒരു ഗൂഗിൾ ഫോം ഇട്ടിട്ടുണ്ട്, കണ്ടോ നിങ്ങൾ? ആ ഗൂഗിൾ ഫോമിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് പെട്ടെന്ന് രജിസ്റ്റർ ചെയ്തോ. എത്രയും പെട്ടെന്ന് നിങ്ങൾ 2,000 രൂപ ഉണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുക. പിന്നെ നിങ്ങൾ ഫ്രീ ഉള്ള സമയത്ത്, ഇപ്പൊ സഫ്രാന എങ്ങനെ പഠിച്ചത്? സഫ്രാന ഒന്ന് പറഞ്ഞു കൊടുക്കോ? ഞാൻ പഠിച്ചതെന്ന് പറഞ്ഞാല് എന്റെ വീട്ടിൽ ഒട്ടും സപ്പോർട്ടീവ് അല്ലാത്ത ഒരു സിറ്റുവേഷനും സാഹചര്യങ്ങളും ഒക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ 6 മാസം വീട്ടിൽ അറിയാതെ, മെയിൻലി എന്റെ ഹസ്ബൻഡ് അറിയാതെ, ഫാമിലിയിലെ വീട്ടിൽ പുറത്തുള്ള ഒരാളും അറിയാതെയാണ് ഞാൻ പഠിച്ചത്. അതും ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ റെക്കോർഡഡ് ക്ലാസ് മാത്രം ഇരുന്ന് കണ്ടിട്ട് ടീച്ചിങ് പ്രാക്ടീസിന് ഇറങ്ങുമ്പോഴാണ് ഞാനൊന്ന് പുറത്തു വന്നത്. ആ ഒരു 3 മാസം കൊണ്ട് തന്നെ എനിക്ക് പ്രാക്ടിക്കൽസ് ഇത്രയും നമ്മളത് ആഗ്രഹത്തോടെ ഇഷ്ടപ്പെട്ട് പഠിച്ചാല് ഒക്കെ ഈസി ആയിരിക്കും. അപ്പോ നമുക്കൊരു ലിമിറ്റേഷൻസോ അല്ലെങ്കിൽ കൺസേൺ ഒന്നും പറയാനില്ല. ഓൺലൈനാണ്, ഇത്രയും റെക്കോർഡഡ് ക്ലാസ്സസ് ഒക്കെ അതുപോലെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ റിവിഷൻ ക്ലാസ്സസ് ഒക്കെ തന്നിട്ട് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് എടുക്കും. സോ അതൊന്നും ഓർത്തിട്ട് ടെൻഷൻ ആവരുത്. അതെ, നമ്മുടെ നിലവിലെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് നാട്ടിലെ പ്രൈവറ്റ് സ്കൂളുകൾ, ഇന്റർനാഷണൽ പ്രൈവറ്റ് സ്കൂളിലൊക്കെ ജോലി ചെയ്യാൻ പറ്റും. ഗ്ലോക്കൽ യൂണിവേഴ്സിറ്റി, ഉത്തർപ്രദേശിലുള്ള ഗ്ലോക്കൽ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ആണ്, അതിനായിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അല്ലാതെ ഇത് വെച്ചിട്ട് ഗവൺമെന്റ് ജോലിയിൽ, ഗവൺമെന്റ് നിലവിൽ നമ്മുടെ നാട്ടിലെ ഗവൺമെന്റ് പ്രൈവറ്റ് ആണ്, നിങ്ങൾക്കൊക്കെ അറിയാം. അവിടെ പോയി കഴിഞ്ഞാൽ ഗവൺമെന്റിൽ LKG UKG ഒരിക്കലും ഗവൺമെന്റ് സാലറി അല്ല. നിലവിലെ സംവിധാനം വെച്ചിട്ട് നിങ്ങൾക്ക് അവിടെയും വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നിലവിലെ സംവിധാനം വെച്ചിട്ട്. ഇനി പരിഷ്കരണം വന്ന് PSC പരീക്ഷയ്ക്ക് വരുമോന്നറിയില്ല. അങ്ങനെ PSC പരീക്ഷ വരുമ്പോൾ ആ സമയത്ത് UGC അംഗീകരിച്ചിട്ടുണ്ട്. UGC ഓൾറെഡി അപ്രൂവ്ഡ് ആണ്. ഈ കോഴ്സ് അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ അപ്പൊ കിട്ടും. അല്ല നമ്മൾ ഇപ്പൊ തന്നെ വെറുതെ നിങ്ങൾ പറഞ്ഞു പറ്റിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഗവൺമെന്റ് അല്ലാതെ ബാക്കി പ്രൈവറ്റ്, എല്ലാം പ്രൈവറ്റ് ആണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എല്ലായിടത്തും പ്രൈവറ്റ്. ആ പ്രൈവറ്റിലൊക്കെ നിങ്ങൾക്ക് ലോകത്തിന്റെ എവിടെ പോയാലും ഇത് വെച്ചിട്ട് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അതാണ് അതിന്റെ വാല്യൂ. അബ്രോഡ് പറഞ്ഞു ഞാൻ. അബ്രോഡ് എന്ന് പറയുമ്പോൾ അതിന് വിദേശത്ത്, അല്ലെ? ഇനി വേറെ ഡൗട്ട് ഉണ്ടോ? ഷാദിയ ചോദിച്ച ഡൗട്ട് വളരെ ക്ലിയർ ആണ്. സർട്ടിഫിക്കറ്റ് വാല്യൂ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് ആണ് കൊടുക്കുന്നത്. ലോക്കൽ യൂണിവേഴ്സിറ്റിയുടെ നിങ്ങൾക്ക് സൈറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലോക്കൽ യൂണിവേഴ്സിറ്റി കാണാം. പിന്നെ മറ്റൊന്ന്, നമ്മളെ ക്ലാസ്സിന്റെ രീതി പാറ്റേൺ അങ്ങനെ ആയതുകൊണ്ട് നിങ്ങളെ വിജയ ശതമാനം എന്നുള്ളത് പേടിക്കേണ്ട ആവശ്യമില്ല. പരമാവധി കുട്ടികൾ ജയിച്ചു പോകുന്നുള്ളതാണ്. അത് ഇതിന്റെ ഒരു പോസിറ്റീവ് വശമാണ്. വല്ലാതെ നമ്മൾ ടെൻഷൻ എടുക്കണ്ട. നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന പ്രാക്ടിക്കൽ നോളജ് അക്വയർ ചെയ്യുന്ന കാര്യത്തിലാണ്, ക്വാളിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇനി ഡൗട്ടുകൾ ചോദിക്കണോ? ഡൗട്ടുകൾ നല്ലോണം വരട്ടെ. ഞാനിവിടെ ഗൂഗിൾ ഫോം ഇട്ടിട്ടുണ്ട്. എല്ലാവരും എന്ത് ചെയ്യാ, ഗൂഗിൾ ഫോമിൽ ഒന്ന് ഫില്ല് ചെയ്യാട്ടോ. ഒന്നുകൂടി ഞാനിവിടെ ഇടാം. ഫില്ല് ചെയ്തോ, പെട്ടെന്ന് ഫില്ല് ചെയ്തോ. ആ സീറ്റ് ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ അടുത്തതിൽ അങ്ങനെ കൂടും. മാത്രമല്ല ചിലപ്പോൾ ബാച്ചിന്റെ എമൗണ്ട് കൂടിയെന്ന് വരാം. ഈ ഒരു പ്രൈസിന് ഇത്രയും ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് വേറെ എവിടെ ഈ സാധനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് ടൈം സെറ്റിൽമെന്റ് ഞാൻ തരാം. ലൈഫ് ടൈം സെറ്റിൽമെന്റ് വെല്ലുവിളിക്കാണ്, തമാശല്ല, വെല്ലുവിളിക്കാണ്. നിങ്ങൾക്ക് അത് അറിയട്ടെ. അതിന്റെ ഉള്ളിലേക്ക് കയറുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിന്റെ ഒരു ക്വാളിറ്റി മനസ്സിലാവുക സ്ഥാപനത്തിന്റെ. ഞാൻ ഇതിങ്ങനെ കൂടുതൽ പറഞ്ഞു ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ നിങ്ങളത് ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുത്തോ. ക്ലാസ്സുകൾ മെയ് 2nd വീക്ക്, ഞാൻ പറഞ്ഞല്ലോ ജൂണാണ് ശരിക്കും നമ്മുടെ ടാർഗറ്റ്. പക്ഷേ 13 നമ്മൾ ഇൻസെന്റീവ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ട്. പറ്റുന്നവർക്കൊക്കെ വരാം. കൊണ്ടോട്ടിയിൽ വെച്ചിട്ടാണ്. അതിൽ പുസ്തക വിതരണം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി വീട്ടിലേക്ക് പുസ്തകം അല്ലാതെ പോസ്റ്റൽ വഴി നമ്മൾ എത്തിച്ചു കൊടുക്കും ചെയ്യും കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ട്.
അപ്പോ ഇതാണ് നമ്മുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഫില്ല് ചെയ്യുക. ഗൂഗിൾ ഫോം കിട്ടുന്നില്ലേ? ഓപ്പൺ ആക്കാൻ പറ്റുന്നുണ്ടല്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ ഇവിടെ ഇടുന്നുണ്ട്. അതിൽ കോൺടാക്ട് പെട്ടെന്ന് അഡ്മിഷൻ എടുത്തോ. തമാശയല്ല, ഇത് പറ്റിക്കലോ ചീറ്റിങ്ങോ ഒന്നുമല്ല. ഈ ഒരു അവസരം നിങ്ങൾ എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ മെന്റർഷിപ്പ് ഈ വർഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഒന്നിലധികം ബാച്ച് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെന്റർഷിപ്പ് എന്ന് പറയുന്നത് 2-3 മെന്റർമാരായിരിക്കും ഉണ്ടാവുക. ഏറ്റവും ക്വാളിറ്റി ഉള്ള നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മെന്റർമാരെ ആദ്യത്തെ ബാച്ചുകളിലാണ് ഉണ്ടാവുക. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നല്ല മെന്റർഷിപ്പ് കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ്. ഇവരിപ്പോ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞല്ലോ, മെന്റേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നല്ല മെന്റേഴ്സ് കിട്ടുക എന്നുള്ളത് നമ്മുടെ ലൈഫിന് ഭയങ്കര സംഭവമാണ്. ഓക്കെ, നമ്പർ ഇവിടെ ഇട്ടുണ്ട്. ഈ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യാട്ടോ. അത് തന്നെ ചെയ്തോ, നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. ഇതിൽ എത്ര പേര് അഡ്മിഷൻ എടുക്കാൻ റെഡി ആയവരുണ്ടോ? ഒന്ന് കാണട്ടെ. ഒന്ന് യെസ് അടിച്ചാണ്, കമന്റ് ബോക്സിൽ അടിച്ചടോ. ആരുമില്ലേ? വെറുതെ കയറിയെന്നാണോ? അതെ, അൻഷീറ്റ് എടുക്കാൻ കരുതുന്നുണ്ട്. അടിച്ചിടോ, ലൈഫിൽ മാറ്റത്തിന് അവസരമാണ്. അത് തമാശല്ല. ഞാൻ യെസ്, ഓഫ്ലൈൻ അല്ല, ഓൺലൈൻ ആണ്. വി ആർ ടോക്കിംഗ് അബൌട്ട് ഓൺലൈൻ. ഓക്കെ, വി ആർ ടോക്കിംഗ് അബൌട്ട് ഓൺലൈൻ. ടീച്ചിങ് പ്രാക്ടീസ് മാക്സിമം ഓഫ്ലൈൻ ആയിട്ട് ചെയ്യണം. അതാണ് ഇതിന്റെ പ്രത്യേകത. ഓൺലൈനായിട്ടും നിങ്ങൾക്ക് അവസരങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോട്ടോ. ഈ നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്തോ. ബാക്കി കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് പ്രൊസീജിയർ ആയിട്ട് മുന്നോട്ട്. ബാക്കിയുള്ള ആളുകൾ ആലോചിച്ച് തീരുമാനം എടുത്തോളൂ. ഈ ഒരു അവസരം ചിലപ്പോൾ അടുത്തൊരു ആഴ്ച കഴിഞ്ഞ് ചിലപ്പോൾ കുറച്ചുകൂടി പ്രൈസ് കൂടും. ഇതേ കോഴ്സ് തന്നെ ആയിരിക്കും. നിങ്ങൾ കരുതിയ മെന്റർ ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല, മറ്റൊരു മെന്റർ ആയിരിക്കും ഉണ്ടാവുക. മനസ്സിലായോ? മെന്റേഴ്സിനൊക്കെ ഭയങ്കര വാല്യൂ ആണ്. അങ്ങനെയുണ്ട്. അപ്പൊ അത് എന്ത് ചെയ്യാം, മുതലെടുക്കുക എന്നുള്ളതാണ്. വീണ അവസരങ്ങൾ മുതലാക്കി മാറ്റുക എന്നുള്ളതാണ്. ഓരോ അവസരങ്ങൾ പിന്നീട് വന്നോളുന്നില്ല. ഓക്കെ, അപ്പോ ആ നമ്പർ കണ്ടില്ലേ നിങ്ങള്? നമ്പർ കിട്ടാത്ത ആളുകൾ ഞാൻ പറഞ്ഞല്ലോ, സാമ്പത്തികമാണ് നിങ്ങളെ പ്രശ്നമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എജുമിയിൽ ജോയിൻ ചെയ്യുന്നതുകൊണ്ട് സാമ്പത്തിക ഒരു പ്രശ്നമാവില്ല. 1 വർഷം കൊണ്ട് നിങ്ങളത് ചെയ്താൽ മതി. നമ്മൾ അങ്ങനെ പോകുന്ന ആൾക്കാരാണ്. ഇത്ര വാശി എന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും ചെയ്യാറില്ല. പക്ഷെ കോൺവക്കേഷന് മുന്നേ 1 വർഷം കംപ്ലീറ്റ് ആകുന്നതിന് മുന്നേ നിങ്ങൾ അടിച്ചു തീർത്താൽ മതി. അത് നിങ്ങൾക്ക് എന്താണോ കഴിയുന്നത് അത്ര അടക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇത്. ഒരിക്കലും പല സ്ഥാപനം ഫുൾ എമൗണ്ട് വാങ്ങുന്നവരുണ്ട്, പകുതി സ്റ്റാർട്ടിങ്ങിൽ അടക്കുന്നവരുണ്ട്, എന്നിട്ട് പറഞ്ഞ പല ക്ലാസ്സുകളും കൊടുക്കാത്ത ആളുകളുണ്ട്. ആ പരിപാടിയൊന്നും നമുക്കില്ല. ഉള്ളത് വൃത്തിക്ക് നൽകുക, വൃത്തിക്ക് ക്വാളിറ്റിയിൽ കൊടുക്കുക. കുട്ടികളെ നന്നായിട്ട് എന്ത് ചെയ്യുക, അവരെ അമിതമായിട്ട് ചൂഷണം ചെയ്യാതെ നല്ല ക്വാളിറ്റിയിൽ കൊടുക്കുക. അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. യെസ്, അതെ. ഹിമായ കുഴപ്പമില്ല, നിങ്ങൾ ജോയിൻ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. യെസ്, അപ്പൊ ഏതായാലും ഞാനിവിടെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഗ്രൂപ്പിൽ എന്ത് ചെയ്യുക, ഞാൻ എന്ത് ചെയ്യുക, ലിങ്ക് ഇടാം. അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഫില്ല് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അഡ്മിഷൻ അത് കൺവേർട്ട് ആക്കി മാറ്റുക. അപ്പോൾ എല്ലാവരെയും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ചോദിക്കേണ്ടി വൺസ് അഗൈൻ ഉണ്ടോ? ഷിഫ മാം ഒന്ന് ഒരു കൺക്ലൂഷൻ കൂടി സംസാരിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. നിലവിലെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട മെന്ററാണ്. ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. പ്രാക്ടിക്കൽ എടുക്കുന്ന ഷെയ്മ മിസ് ആണ്. ഷെയ്മ മിസ് ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഷീസ് ഫ്രം ഖത്തർ. മിസ് ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഒന്നല്ലേ. ഷിഫ മാം ഒന്ന് സംസാരിക്കും, നമുക്ക് അവസാനിപ്പിക്കാം. സമയം ഒരുപാടായി. ഓക്കെ, അവിടുത്തെ സാഹചര്യം ഓക്കെ അല്ലാന്ന് തോന്നുന്നു. അതെ. ഓക്കെ. അപ്പൊ ഏതായാലും മാക്സിമം ആളുകൾ എന്ത് ചെയ്യാം, അഡ്മിഷൻ എടുത്തോളൂ. വെരി ഹാപ്പിയാണ്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എജ്മിയുടെ ചാനൽസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടോ. ഞാൻ ഇന്ന് ഒരു വീഡിയോ ഇട്ടിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ എജ്മിയുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പല ചാനലുകളുണ്ട്. എജ്മിന്ന് അടിച്ചാൽ മതി, നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. അതുപോലെ 13-ാം തീയതി നിങ്ങൾ എജ്മിയിൽ ചേർന്നാലില്ലെങ്കിലൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ 13-ാം തീയതി കൊണ്ടോട്ടി കുറുപ്പത്ത് ലോഞ്ചിലേക്ക് വരിക. നമ്മുടെ ഏകദേശം 200ഓളം കുട്ടികളെ കോൺവക്കേഷൻ നടക്കുന്നുണ്ട് എജ്മിയുടെ. അപ്പൊ ആ പരിപാടിയിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ ഈ ഇതിൽ പങ്കെടുത്ത പല ആൾക്കാരും നിങ്ങളൊരു പക്ഷെ ജോയിൻ ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ നിങ്ങളെ പരിചയക്കാരെ പലരും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടാവും. അവർക്കൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക. ഇതിന്റെ പ്രൈസ് ആവട്ടെ, ക്വാളിറ്റി ആവട്ടെ, മറ്റ് സംവിധാനങ്ങളാവട്ടെ ഒക്കെ നിങ്ങൾ അറിയിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പൊ ഏതായാലും നിങ്ങൾ മെസ്സേജ് ചെയ്തോളൂ, ഉടനടി അഡ്മിഷൻ എടുത്തോളൂ. നമുക്ക് അവസാനിപ്പിക്കാം. ബൈ, സി യു, ഗുഡ് നൈറ്റ്.